മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ സായങ്കാലം പല മാതാപിതാക്കളും വേദനിക്കുകയാണ്. പരിഗണന കിട്ടാതെ, ശ്രദ്ധ കിട്ടാതെ, സ്നേഹം കിട്ടാതെ അലയുന്ന മാതാപിതാക്കൾ വല്ലാത്ത വേദനയാണ്. എന്നാൽ അതിന് ഒരു അപവാദമായി ചില കുടുംബങ്ങളെങ്കിലും ഉണ്ട്. മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കുടുംബം. അതുപോലൊരു നല്ല കുടുംബത്തെ, ദൈവാനുഗ്രഹമുള്ള കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. തൃശ്ശൂർ അതിരൂപതയിലെ ബ്രഹ്മംകുളം സെൻറ് തോമസ് പള്ളി ഇടവകയിൽപ്പെട്ട ആളൂർ കുടുംബമാണ്. ചുമ്മാർ, റോസി എന്നീ മാതാപിതാക്കൾ 7 വർഷങ്ങൾക്ക് മുമ്പ് ചുമ്മാർ പിതാവ് മരിച്ചുവെങ്കിലും അമ്മ റോസി ഇന്ന് 90ൻ്റെ നിറവിൽ വളരെയേറെ സന്തോഷത്തോടെ സമാധാനത്തോടെ മക്കളുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരു നല്ല കുടുംബം. ദൈവം അവർക്ക് 8 മക്കളെ നൽകി. ആ 8 മക്കളെയും ദൈവത്തിന് വേണ്ടി വളർത്തി വിശ്വാസ ജീവിതം നയിച്ചു. പ്രാർത്ഥനാ ജീവിതം, ചിട്ടയായ ജീവിതത്തിലൂടെ മക്കൾക്ക് നല്ല മാതൃക കൊടുത്തു. സ്നേഹത്തിൽ ഒരുമിച്ച് നിർത്തിയ കുടുംബം. അതിലൊരു മകളുടെ മകൻ ജെറിൻ ഒരു വൈദികനായി ഷെയ്ൻസ്റ്റാറ്റ് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവാനുഗ്രഹമുള്ള ആ കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ആളൂർ മത്തായി ചുമ്മാർ എന്ന ചുമ്മാർ ചേട്ടൻ എന്ന് വിളിപ്പേരുള്ള ചുമ്മാർ അപ്പാപ്പൻ്റെയും റോസി ചുമ്മാർ എന്ന റോസി അമ്മാമ്മയുടെയും വീട്. തൃശ്ശൂർ ജില്ലയിൽ തൈക്കാടാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മകുളം സെയിൻറ് തോമസ് ചർച്ചാണ് ഇടവകപ്പള്ളി. ചുമ്മാർ അപ്പാപ്പൻ 2018 ഒക്ടോബർ മാസം 18-ാം തീയതി തൻ്റെ 95-ാം വയസ്സിൽ നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. തുടർന്നും 8 മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങിയ ഈ വലിയ കുടുംബത്തിൻ്റെ മാർഗദർശിയും പ്രാർത്ഥനാ ദീപവുമായി റോസി അമ്മാമ ആളൂർ തറവാട്ട് വീട്ടിൽ സ്വർഗവെളിച്ചം വിതറുന്നു. ഞാൻ അപ്പൻ്റെ അമ്മയുടെയും മൂത്ത മകളാണ്. എൻ്റെ പേര് ബ്രിജിത്ത, അപ്പൻ്റെ പേര് ചുമ്മാർ, അമ്മയുടെ പേര് റോസി. എന്നെ അടക്കലത്തൂർക്ക് കല്യാണം കഴിച്ചിരിക്കുന്നു. എനിക്ക് 3 മക്കളുണ്ട്. അപ്പനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ നല്ല ദൈവഭക്തിയുള്ള ആളായിരുന്നു. പുലർച്ചെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെല്ലാവരെയും വിളിക്കുമായിരുന്നു അപ്പൻ. അങ്ങനെ നേരം വെളുത്ത് അപ്പൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പള്ളിയിലേക്ക് പോകും, കുർബാന സ്വീകരിക്കും. അങ്ങനെ നല്ലൊരു ആളായിട്ടാണ് അപ്പൻ ജീവിച്ചിരുന്നത്. അമ്മയും വളരെയധികം കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും നോക്കി, മക്കളെല്ലാവരെയും നോക്കി പരിപാലിച്ച് നടത്തുവാൻ. എൻ്റെ പേര് ജോസ്. ഞാൻ അപ്പനെയും അമ്മയുടെയും ആൺമക്കളിൽ മൂത്ത ആൾ. ഇത് എൻ്റെ വൈഫ്. ഈ 2 ആൾ എൻ്റെ മോളുടെ മക്കൾ. എനിക്ക് ഒരു മോനും ഒരു മോളും. അപ്പനെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ കണ്ടുള്ളതും അറിഞ്ഞുള്ളതും ക്ഷമയുടെ തലയാണ്. അപ്പനെ ക്ഷമിക്കാനുള്ള കഴിവ് കണ്ടമാനുണ്ട്. പിന്നെ സഹിക്കാനുള്ള ഒരു കഴിവും. എന്ത് പ്രയാസം ഉണ്ടായാലും ആരോടും പറയില്ല. അതാണ് അപ്പൻ്റെ പ്രത്യേകത. പിന്നെ ഒരു ശകാരമോ ഒരടിയോ ആർക്കുമില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൻ്റെ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു തരും. അത് ഞങ്ങളെല്ലാവരും ഉൾക്കൊള്ളും. അതുകൊണ്ട് ഞങ്ങൾ സഹോദരന്മാരും എല്ലാവരും ഇപ്പോഴും ഒരു പ്രശ്നങ്ങളുമില്ല. ഒരു കുടുംബം പോലെ. ഇപ്പോൾ അമ്മയുണ്ട്. അമ്മയ്ക്ക് 90 വയസ്സാവണു. ഞങ്ങളിപ്പോൾ നാട്ടിൽ എല്ലാവരും പുറത്തായിരുന്നു. 5 ആളും 4 ആളും ഇപ്പോൾ നാട്ടിൽ സ്ഥിരമായിട്ടുണ്ട്. 4ാമത്തെ അനുജൻ മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളൂ. അവനാണ് തറവാട്ടിൽ.
തറവാട്ടിലെ അമ്മയുടെ കൂടെ അവനുണ്ട്, അവൻ്റെ ഫാമിലിയുണ്ട്, അവരങ്ങനെ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 40 വർഷമായി. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ അമ്മയും അപ്പനും നല്ല ദൈവഭയം ദൈവവിശ്വാസമുള്ളവരായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, എല്ലാ ദിവസവും കൃത്യസമയത്ത് കുടുംബ പ്രാർത്ഥന എല്ലാം നിർബന്ധമായിരുന്നു. ഞാൻ അപ്പൻ്റെ അമ്മയുടെയും 3ാമത്തെ മകനാണ്. മക്കളിൽ 3ാമത്തെ ആളാണ്. എനിക്ക് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. എൻ്റെ അപ്പൻ ദിവസവും പള്ളിയിൽ പോകും. ഞങ്ങളെല്ലാവരും ഇപ്പോൾ പുറത്തായിരുന്നു, ഇപ്പോൾ നാട്ടിൽ വന്നു. എല്ലാവരും പള്ളിയിലേക്ക് പോകാറുണ്ട് ദിവസവും. കുടുംബ പ്രാർത്ഥന 8 മണിയാകുമ്പോഴേക്കും അപ്പം പറയും പ്രാർത്ഥന ചെല്ലാൻ. എല്ലാവരും ഇപ്പോൾ വേറെ വീട് വെച്ചു താമസിക്കുന്നു. അമ്മ അവരുടെ അടുത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു കാണും, സന്തോഷം പങ്കുവയ്ക്കും. ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടും. എൻ്റെ പേര് സിസി. 38 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ കുടുംബത്തിൻ്റെ ഭാഗമായി ഞാൻ വന്നിട്ട് 38 വർഷമായി. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഞങ്ങൾക്ക് മക്കളുണ്ടാവാൻ കുറേ വൈകിയുണ്ടായിരുന്നു. അപ്പം അപ്പൻ്റെ അമ്മേരെയും നല്ലോണം പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് അപ്പൻ്റെ അമ്മേരെയും പ്രാർത്ഥന കണ്ടാണ് ഞങ്ങളും പ്രാർത്ഥനയിലേക്ക് വന്നത്. എന്നും അപ്പൻ പള്ളിയിലേക്ക് പോകാനും എല്ലാറ്റിനും ഉത്സാഹം ഉണ്ടായിരുന്നു. അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പ്രാർത്ഥനയിൽ നല്ല കൃത്യനിഷ്ഠയുണ്ടായിരുന്നു. അത് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ചുമ്മാർ അപ്പാപ്പനും റോസി അമ്മാമ്മയും ഒറ്റക്കെട്ടായി തങ്ങളുടെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമായി പകർന്നു നൽകിയത്. അവർ കനിഞ്ഞു നൽകിയ സ്നേഹവാത്സല്യങ്ങൾ ഈ മക്കളെ ഇടവക ജീവിതത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിലും വളർന്നു പ്രശോഭിക്കാൻ പര്യാപ്തരാക്കി. എൻ്റെ പേര് റീന. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസാണ്. ജോസ് എന്നാണ്. പിന്നെ ചൂണ്ടലിലേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എനിക്ക് 3 മക്കളുണ്ട്. അപ്പനും അമ്മയും ഞങ്ങളെ അത്രയും കഷ്ടപ്പാടിൽ ബുദ്ധിമുട്ടിനും വളർത്തിയെങ്കിലും നല്ല ദൈവഭക്തിയും ദൈവ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ ഞങ്ങളെ വളർത്തി പോന്നു. പിന്നെ അപ്പൻ നല്ലൊരു തികഞ്ഞൊരു പ്രാർത്ഥനാ ശക്തി. പിന്നെ ഇന്നും കുർബാനയ്ക്കും പള്ളിയിലൊക്കെ പോവും. പിന്നെ അമ്മയാണെങ്കിൽ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടി അപ്പനെ പോലെ തന്നെ. പിന്നെ അപ്പനും എല്ലാ ദിവസവും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ സമയം കൃത്യനിഷ്ഠയാണ്. 8 മണിക്കും രാത്രി 8 മണിക്കും പുലർച്ചെ 5 മണിക്കും അമ്മയ്ക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയിലായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ഞങ്ങൾ മക്കളോടൊത്ത് അപ്പനും അമ്മയും ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൻ ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ ഒപ്പം കൂടെ വേണം. അത് നിർബന്ധമാണ്. മക്കളും വേണം, എല്ലാവരും വിളിക്കും. അതുപോലെ തന്നെ അപ്പൻ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം അപ്പൻ ഉപവാസം നോമ്പ് ഒരിക്കലും എടുക്കുന്ന അപ്പനായിരുന്നു മരണം വരെ. പിന്നെ അപ്പൻ പോയെങ്കിലും അമ്മ ഇപ്പോഴും സന്തോഷവതിയാണ്. കാരണം എല്ലാ മക്കളും അമ്മയുടെ അടുത്തേക്ക് വരും. എല്ലാ അമ്മയ്ക്കുള്ള എല്ലാ സഹായങ്ങളും രോഗാവസ്ഥയിലായിരിക്കണമെങ്കിലും അമ്മയ്ക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്തിനും എല്ലാ മക്കളും ഒപ്പം അമ്മയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അമ്മയാണെങ്കിലും ഇപ്പോഴും ബൈബിളും പ്രാർത്ഥനയും എല്ലാം കൂടിയായിട്ട് കൂടെയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പിന്നെ ഒരു കാര്യം അപ്പ എപ്പോഴും പറയും, അപ്പനോടും അമ്മോടും വിഷമങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എല്ലാം സഹിക്കുക, എല്ലാം ദൈവത്തോട് പറയുക. അതാണ് അപ്പൻ്റെ ഒരു ഇത്. പിന്നെ അപ്പൻ ഭയങ്കര സൈലൻ്റ് ആണ് ആൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് 40 വർഷമായി. എൻ്റെ വീട് ചൂണ്ടലാണ്. ഈ കുടുംബത്തിലെ താഴെയുള്ള മകളാണ് എൻ്റെ ഭാര്യ. വിശ്വാസ ചൈതന്യത്തിൽ വളരുന്ന ഒരു കുടുംബമാണ്. പ്രാർത്ഥന എന്നും നിത്യവും പ്രാർത്ഥനയും അതുപോലെ തന്നെ ബൈബിൾ വായനയും കുടുംബജീവിതമാണെങ്കിലും ശരി, ഒരു ദൈവവിശ്വാസത്തോടുള്ള കുടുംബജീവിതം നയിക്കാൻ കഴിവുള്ള വ്യക്തികളായിരുന്നു അപ്പനും അമ്മയും. അതുപോലെ തന്നെ അപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സജീവമായി പള്ളി കാര്യങ്ങളും കൈക്കാര സാധനങ്ങളും പള്ളിപ്പണിക്കാലത്ത് സജീവമായിരുന്നു. ഇപ്പോൾ അമ്മ ഇപ്പോൾ വിശ്രമജീവൻ നയിക്കുന്നുണ്ടെങ്കിലും എല്ലാ മക്കളും വളരെയധികം താല്പര്യത്തോടും ബഹുമാനത്തോടും കൂടി എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെ അടുത്ത് വരികയും
എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷമാണ്. അപ്പൻ ഇല്ലെങ്കിലും ശരി, മക്കളെ കാണുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷം. എൻ്റെ പേര് ബാസ്റ്റ്യൻ. എൻ്റെ ഭാര്യ പേളി പൊറനാട്ടിയ ഡൈവറിൽ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നു. എനിക്ക് 2 മക്കൾ. മൂത്ത മകൾ സ്റ്റെർലി, രണ്ടാമത്തെ മകൾ സ്റ്റിനി. പിന്നെ അപ്പനും അമ്മേനെ കൂട്ടി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നല്ലൊരു ഭാവി ആക്കി വന്നിട്ടുള്ള അപ്പനായിരുന്നു അമ്മയും. പിന്നെ അപ്പൻ പ്രാർത്ഥനയിലെ മുഖ്യനാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് അപ്പൻ കൊന്നു ചെല്ലും. അമ്മ അതുപോലെ തന്നെ. പിന്നെ എൻ്റെ കാര്യങ്ങൾക്ക് എല്ലാവരും അപ്പനും അമ്മയും നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു. 33 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നല്ല പ്രാർത്ഥനയിലും കുർബാനയിലും വിശ്വാസത്തിലും ആണ് ഇവിടെ എല്ലാവരും സ്നേഹം സഹകരണത്തോടു കൂടിയാണ് ജീവിച്ച് പോന്നിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 8 മണിക്ക് പ്രാർത്ഥന നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ദിവ്യബലിക്കും പോകണമെന്നുള്ളത് നിർബന്ധമാണ്. അത് ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോഫി. ഞാൻ മക്കളിൽ 7ാമത്തെ മകനാണ്. പിന്നെ ഞാൻ മാരേജ് കഴിച്ചുള്ളത് പോന്നു വരുന്നു. എൻ്റെ വൈഫാണ് മിനി. എൻ്റെ മക്കൾ ജിസ്മി, ജേമി, ജസ്ലീൻ. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. 28 വർഷമായി. എന്നിരുന്നാലും കൂടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, അപ്പനും കഷ്ടപ്പെട്ടു. നിങ്ങൾ നോക്കി വളർത്തി നല്ലൊരു കുടുംബമായി നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ചെറുപ്പകാലത്ത് കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചാണ് അമ്മ എന്നെ നോക്കി ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഈ നിൽക്കുന്നത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഈ ഒരു സന്ദർഭത്തിലേക്ക് കാണാനും നിങ്ങളെല്ലാവരും സംസാരിക്കാനും കിട്ടിയ ഭാഗ്യം വലിയൊരു ദൈവത്തിന് നന്ദി പറയുന്നു. മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൻ കഷ്ടപ്പെട്ട് ജീവിച്ചത്. പിന്നെ കുടുംബ പ്രാർത്ഥന എന്നും പള്ളിയിൽ പോവും. അമ്മയായാലും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ കാര്യങ്ങളും അമ്മയും സഹകരിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. എൻ്റെ പേര് മിനി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 25 കൊല്ലമായി. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് അപ്പനും അമ്മയും എൻ്റെ കൂടെയാണ്. അപ്പനും അമ്മയും എന്നെ എല്ലാ കാര്യത്തിനും സഹായിച്ചിരുന്നു. മകളായിട്ടാണ് എന്നെ കണ്ടിരുന്നത് അപ്പനും അമ്മയും. ഞാൻ അപ്പൻ്റെ അമ്മയുടെയും ഏറ്റവും താഴെയുള്ള മകനും 8ാമത്തെ ആളുമാണ്. ഇതെൻ്റെ ഭാര്യ ബീന. എനിക്ക് 3 മക്കൾ, ഒരു മോനും 2 പെൺകുട്ടികളും. അപ്പൻ്റെ സ്നേഹം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും അപ്പം നോക്കിയിരുന്നു. ഞങ്ങളുടെ പഠനത്തിലും അതേമാതിരി ദൈവഭയം അത് ഒരുപാട് അപ്പൻ ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. പ്രാർത്ഥനയായാലും പള്ളിയായിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങൾക്കും അപ്പൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അപ്പൻ നിർബന്ധം പറഞ്ഞ് പള്ളിയിൽ വിടും. പിന്നെ അമ്മയുടെ സ്നേഹം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. താഴെ മോൻ്റെ എല്ലാ സ്നേഹവും അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 8 ആളിൽ ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് എല്ലാ കാര്യങ്ങളും ഒന്നെല്ലാം ഒത്തൊരുമിച്ചിട്ട് തന്നെയാണ് നടത്താറ്. 25 വർഷത്തോളമായി ഈ കുടുംബത്തിൻ്റെ ഭാഗമായി ഞാൻ മാറിയിരിക്കുകയാണ്. ഈ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ടായ കാഴ്ച, രാവിലെ ഹാളിൽ അപ്പൻ ഒരു പുല്ലായ വിരിച്ച് അവിടെ ഇരുന്ന് ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവിടെ ഇരുന്ന് മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഞാൻ ബാബു, റിട്ടയർഡ് മാഷാണ്. അതിനൊക്കെ അപ്പുറം ഈ കുടുംബം ഞങ്ങൾ ചുമ്മാരപ്പൻ്റെ കുടുംബം ഞങ്ങൾ പറയാം. എൻ്റെ അപ്പാപ്പനാണ് ശരിക്കും സ്ഥാനം കൊണ്ട് വരിക. ഞങ്ങൾ ചുമ്മാരപ്പൻ എന്ന് പറയും. ഞാൻ എപ്പോഴും ഓർക്കുക, എന്നും പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥനാ നിർഭരമായ പുലർച്ചെ 4 മണിക്കും 5 മണിക്കും എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന തുടങ്ങി ആരംഭിക്കുന്ന ദിവസമായിരുന്നു ചുമരളപ്പൻ്റെ. അതേ ശൈലി തന്നെ എല്ലാ മക്കളെയും 8 മക്കളെയും കൂട്ടിയോജിപ്പിച്ച് ഒരവസരം പോലുമില്ലാതെ ഒരു വലിയ കുടുംബത്തിൻ്റെ നായകനായി അദ്ദേഹമടക്കം 73 അംഗങ്ങളടങ്ങിയ ഒരു വലിയ കുടുംബത്തിൻ്റെ ഗ്രഹനാഥനായി ജീവിച്ച അദ്ദേഹം റോസിയളമായി ഈ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ പിന്നിൽ ശക്തിയായി പ്രവർത്തിക്കുകയാണ് ഇന്നും. ഇളയമ പറഞ്ഞാൽ അത് വിട്ട് ഒരു മക്കളും ഒന്നും അവസരം ഉണ്ടാവില്ല. കൊച്ചുമക്കളോടൊപ്പം സമയം പങ്കിടുന്നതിലും നർമ്മസല്ലാപത്തിൽ ഏർപ്പെടുന്നതിലും അവർക്ക് സാരോപദേശങ്ങൾ നൽകുന്നതിലും ഈ മുത്തശ്ശി അതീവ സന്തുഷ്ടയും സന്തോഷവതിയുമാണ്.
നല്ല മാതാവേ മരിയേ തൃമ്മല യൗസപിതാവേ നിങ്ങളുടെ പദ പങ്കജത്തിൽ എന്നിതാ കുമ്പിടുന്നു ആത്മശാരീരേന്ദ്രിയങ്ങളായ വിസ്മരണാവശങ്ങളെയും മതി പാടിയത്. പണ്ട് കേട്ടുപരിചയമുള്ള ഒരു പാട്ടുണ്ട്. കൂടുമ്പോഴിമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, കർത്താവ് നാഥനായ കുടുംബം. എത്രയോ വലിയ അർത്ഥവത്തായ പാട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൈദികനായി ജീവിക്കുന്നു. എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ സന്തോഷം അത് തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതുപോലെ ഒരുമിച്ച് കൂടുതൽ, പ്രത്യേകിച്ച് അമ്മാമ്മേരെ കൂടെ ആയിരിക്കുക. ഷെൻസ്റ്റായിട്ട് വൈദികനാണ്. പക്ഷെ കുടുംബത്തിൽ വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, കുടുംബത്തിൽ വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് വലിയൊരു സന്തോഷം തന്നെയാണ്. എനിക്ക് അമ്മാമ്മ എന്ന് പറയാൻ, എൻ്റെ അമ്മ എന്ന് പറയാൻ, അപ്പൻ എന്ന് പറയാൻ, എൻ്റെ അനിയത്തിമാരെന്ന് പറയാൻ, ചേച്ചിമാരെന്ന് പറയാൻ, അനിയന്മാരെന്ന് വിളിക്കാനൊക്കെ ഇവരുണ്ട് എന്നുള്ള വലിയ സന്തോഷം. അപ്പാപ്പന് എന്നും ഒരു ദൈവഭക്തിയുള്ള ആളായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പാപ്പ ഇവിടെ ഞങ്ങളുടെ രൂപക്കൂടിൻ്റെ അവിടെ എന്നും രാവിലെ പുലർച്ചയ്ക്ക് പ്രാർത്ഥന എത്തിക്കും. അത് കഴിഞ്ഞാൽ നേരെ ആൾ വേറെ എവിടേക്കും പോവില്ല, നേരെ പള്ളിയിലേക്ക് പോവും. പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് അവിടുത്തെ എല്ലാ കാര്യം കഴിഞ്ഞിട്ടാണ് അപ്പാപ്പൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ആളുടെ കട തുറക്കുള്ളൂ. അത് എന്നൊരു ദിനചര്യയായിരുന്നു ആൾക്ക്. അമ്മാമേനായിട്ട് ഞാൻ പിന്നെ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ അമ്മാമേനായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആവുന്നത്. അന്ന് എനിക്ക് എപ്പോഴും വീട്ടിലേക്കൊന്നും വരാൻ പറ്റുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് വീട്ടിലേക്കൊന്നും വരാനുള്ള സാഹചര്യം അങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര സ്നേഹമാണ്. എന്നാ മോള് വരണേ ഫോൺ വിളിക്കുന്നത് ഒരു കുറച്ച് നേരത്തേക്കൊക്കെ ഫോൺ വിളിക്കാൻ കിട്ടണമെന്ന് വെച്ചെങ്കിലും ആ ഒരു മിനിറ്റ് അമ്മാമ്മോട് വർത്താനം പറയണം, അമ്മാമ്മ നമ്മുടെ കൂടെയാണ് എന്നുള്ള ഒരു ഇത് നമുക്ക് എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ പറയുകയാണെങ്കിൽ എന്താവശ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്ന് പറയണ പോലെ അമ്മാമ്മേരെ അപ്പാപ്പൻ്റെ അടുത്ത് എത്തി ഒന്ന് എന്തെങ്കിലുമൊക്കെ കുസൃതി കാട്ടി അപ്പാപ്പൻ്റെ അമ്മാമ്മേരെയും രണ്ടിടത്ത് വർത്താനം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. ഇത്ര വലിയ ഫംഗ്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും കുടുംബ പ്രാർത്ഥന വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അതന്നെയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പാപ്പനും അമ്മാമ്മയാണ്. ഭയങ്കര ഒത്തൊരുമയുള്ള കുടുംബമാണ് ഈ കുടുംബം. എത്ര വലിയ ജോയിൻറ്റ് ഫാമിലി ആയാലും ഇവിടെ എന്ത് പരിപാടി നടന്നാലും എത്ര തിരക്കുള്ള സമയമായാലും ഇവിടെ കുടുംബ പ്രാർത്ഥനയും കൊന്തയും ചെല്ലാണ്ട് കിടന്നുറങ്ങുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകമറിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമറിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമറിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അമ്മാമ്മ പകർന്നു നൽകിയ സ്നേഹം 100 ഇരട്ടിയായി തിരിച്ചു നൽകാൻ പരസ്പരം മത്സരിക്കുന്ന മക്കളെയാണ് ഈ കുടുംബത്തിൽ കാണാൻ സാധിക്കുന്നത്. മരുമക്കൾ മക്കളായി തന്നെ ഈ അമ്മയോടൊപ്പം വസിക്കുന്നു. അമ്മാമ്മയുടെ 90ാം പിറന്നാൾ ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഈ മക്കൾ ഇനിയുമേറെ നാളുകൾ അമ്മാമ്മ തങ്ങളോടൊപ്പം ആഹ്ലാദവതിയായി ജീവിച്ചു മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കൂടി. വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം അമ്മാമ്മയുടെ 90 വയസ്സ് തികയുന്ന ദിവസം പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, അതെ, ഇതൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. അപ്പോൾ ഇന്ന് ഈ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ അമ്മാമ്മയുടെ പിറന്നാളിൽ അമ്മാമ്മയുടെ മൂത്ത മകനും മൂത്ത മകളും അത് മാത്രമല്ല എല്ലാ മക്കളും ഞങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ദിവസം ആഘോഷമാക്കുകയാണ്.
നല്ല ആത്മീയ അടിത്തറയുള്ള നല്ല ഒരു ഇടവകയാണ് തൃശ്ശൂർ അതിരൂപതയിലെ ബ്രഹ്മംകുളം സെൻറ് തോമസ് പള്ളി. ഇടവകയിലെ വികാരി ഇടവകയിലെ ഓരോ അംഗത്തെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വികാരി. ആ വികാരി അച്ഛൻ ഡേവിസ് പനംകുളം അച്ഛൻ ഈ ആളൂർ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാം. ഇടവകയിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളിലൊന്നാണ് റോസി ചേച്ചിയുടെ കുടുംബം. ഞാനവിടെ പലപ്പോഴും കയറി ചെല്ലാറുണ്ട്. അവരെ മക്കളൊക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ട് എനിക്ക്. അതുപോലെ അവർ ഇടവകയ്ക്കായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു കുടുംബമാണ്. ഞാനവിടെ എല്ലാ മാസവും പോകാറുണ്ട് അമ്മച്ചിക്ക് കുമ്പസാരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ റോസി ചേച്ചി രൂപത്തിൻ്റെ മുമ്പിൽ അവിടെ പ്രാർത്ഥനാപൂർവ്വം കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. എൻ്റെ വരവും കാത്ത് ഈശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ സമയമാണിത്. രാവിലെ ഒരു 9:30-10 മണിക്കുള്ളിൽ ഞാൻ അവിടെ എത്തും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തൊരു താല്പര്യത്തോടു കൂടിയാണെന്നോ അവിടെ പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരിക്കുന്നത്. ഭക്ഷണമൊന്നും കഴിച്ച് കാണില്ല അമ്മച്ചി. അവിടെ ചെന്ന് കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ്, കുമ്പസാരം കുർബാന ചെയ്യുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ അവരുടെ ആ ഭക്തിയും സ്നേഹവും തീഷ്ണതയൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. അങ്ങനെ വലിയ ദൈവവിചാരമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുടുംബം, അത് ഇവിടെ ഇടവയിൽ എല്ലാവർക്കും മാതൃകയാണ്. ഒരു മാതൃകാ കുടുംബം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ റോസി ചേച്ചിയുടെ കുടുംബം ചൂണ്ടിക്കാണിക്കും. അതങ്ങനെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കുടുംബമാണ്. സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ ജീവിത ശൈലി നമുക്കൊക്കെ വലിയ പ്രചോദനമാണ്. അങ്ങനെ ദൈവവിചാരത്തിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിലൊക്കെ ജീവിക്കുന്ന നല്ലൊരു കുടുംബം. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം. ഇന്നുള്ള കൊച്ചു മക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് പ്രായമായ മാതാപിതാക്കൾ എന്തായിരിക്കണം എന്ന ഒരു നല്ല സന്ദേശം മാനന്തവാടി രൂപതയുടെ മെത്രാൻ ജോസ് പൊരുന്നേടം പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. മക്കള് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നത്, അവരെ സംരക്ഷിക്കണമെന്നത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. വിശുദ്ധ വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണിത്. നമ്മളാരും മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയൊരു കാര്യമല്ല. എന്തുകൊണ്ട് നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം? പിന്നീട് കർത്താവ് തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അമ്മയുടെ ശാപം നിന്റെ ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. അമ്മയെ ദുഃഖിപ്പിക്കുന്നവന് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. പിതാവിനെക്കുറിച്ച്, പിതാവിനെ വേദനിപ്പിക്കാതെ നോക്കണം. നിന്നേക്കായാലും അവന് അറിവ് കുറവായിരിക്കാം, പക്ഷെ നീ അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവൻ്റെ മരണം വരെ നീ അവനെ സംരക്ഷിക്കണമെന്ന് ഇതേ അധ്യായത്തിൽ കർത്താവ് പറയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേവലം ഒരു മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല
നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മൾ ആ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നീ ഈ ഭൂമിയിൽ ദീർഘകാലത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. 10 കൽപ്പനകളിൽ ഒന്നാണത്. ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഒരു യഥാർത്ഥ കുടുംബം. ദൈവം ഓരോ കുടുംബവും വിഭാവനം ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ കുടുംബത്തെ നയിക്കുന്നവരാണ്. പിതാവും മാതാവും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും. അവർ ആണ് മക്കളെ രൂപപ്പെടുത്തുന്നത്. ദൈവം നൽകുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തുന്ന വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കുടുംബം. ഇവിടെയുള്ള ഈ റോസി അമ്മയും 90ൻ്റെ നിറവിലാണ്. ജീവിത പങ്കാളി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെങ്കിലും മക്കളോടൊപ്പം അവരുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ദുഃഖത്തിലും സന്തോഷത്തിലും തകർച്ചകളിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും സ്വന്തം സുഖം മറന്ന് ഒപ്പം നിന്ന അമ്മ. അതുകൊണ്ട് ഇന്ന് ഈ മക്കൾ അമ്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ പിതാവും ഈ അമ്മയും കർത്താവിൻ്റെ ഒരു കരം മുറുകെ പിടിച്ചുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നീങ്ങിയ കുടുംബം, പങ്കുവയ്ക്കുന്ന കുടുംബം, പരസ്പരം ശ്രദ്ധിക്കുന്ന കുടുംബം, പരസ്പരം മനസ്സിലാക്കുന്ന കുടുംബം, ഹൃദയങ്ങൾ തമ്മിൽ വേർതിരിവില്ലാത്ത കുടുംബം, മരുമക്കളില്ലാത്ത കുടുംബം, മരുമക്കളും മക്കളായി സ്വീകരിക്കപ്പെടുന്ന അനുഭവം. ഇവിടമാണ് സ്വർഗം. ഇതാണ് കുടുംബത്തെ ദേവാലയമാക്കുന്ന 2 മാതാപിതാക്കളുടെ നല്ല മാതൃക. ആ വെളിച്ചം അണയാതിരിക്കട്ടെ എന്ന് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ. ഇത്ര സന്തോഷമുള്ളൊരു കുടുംബമാണ്. മക്കൾ അവരെന്താണോ അത് മാതാപിതാക്കൾ രൂപപ്പെടുത്തുന്നതാണ്. ഇവരുടെ നന്മയാണ് മക്കളിലൂടെ പ്രകടമാകുന്നതും. ഈ അമ്മ അനുഭവിക്കുന്ന സന്തോഷം വലിയ ഹൃദയത്തിൻ്റെ സന്തോഷമാണത്. ആ ഒരു അനുഭവം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആളൂർ കുടുംബത്തിൻ്റെ പ്രകാശമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ നല്ല അമ്മയ്ക്കും, അമ്മയുടെ കുടുംബത്തിൽ 73 പേരടങ്ങുന്ന ആ വലിയ കുടുംബത്തിൻ്റെ അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം വസിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി DC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 9747775370.